ഇന്ത്യയുടെ പുരോഗമന ധാർമ്മികതയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന കേരളം അതിൻ്റെ അതുല്യമായ രാഷ്ട്രീയ ഘടന കാരണം മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ കാലമായി വേറിട്ട് നിൽക്കുന്നു. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ പ്രധാനമായും ആധിപത്യം പുലർത്തുന്നത് രണ്ട് പ്രധാന സഖ്യങ്ങളാണ്. മതേതരവും സോഷ്യലിസ്റ്റുമായ തത്വങ്ങൾ പിന്തുടരുന്ന ഇടതു ജനാധിപത്യ മുന്നണി അഥവാ LDF, യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അഥവാ UDF. ഈ തത്വങ്ങൾ സംസ്ഥാനത്തിന്റെ നയങ്ങളെയും ഭരണത്തെയും പതിറ്റാണ്ടുകളായി നയിക്കുകയും ഉയർന്ന സാക്ഷരതാ നിരക്കിനും വിപുലമായ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾക്കും ശക്തമായ ക്ഷേമ പദ്ധതികൾക്കും സംഭാവന നൽകുകയും ചെയ്തു. ഉൾച്ചേർക്കൽ, മതേതരത്വം എന്നിവയുടെ പാരമ്പര്യത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ ക്ഷേമത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയ്ക്കും പേരുകേട്ടതാണ് കേരളം. എന്നിരുന്നാലും ദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJPയുടെ ഉയർച്ചയും കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ അതിന്റെ വർദ്ധിച്ചു വരുന്ന വിസിബിലിറ്റിയും സംസ്ഥാനത്തെ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. മുൻകാലങ്ങളിൽ BJPയുടെ പ്രത്യയശാസ്ത്രങ്ങളോട് കേരളം ചെറുത്തു നിന്നിട്ടും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഗണ്യമായ മുന്നേറ്റം നടത്തുകയും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വ്യവഹാരത്തിൽ അതിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പാർട്ടി ക്രമാനുഗതമായ സ്വാധീനം നേടിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു BJP സർക്കാർ സംസ്ഥാനത്തിന്റെ സ്ഥാപിത രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് സമൂലമായ മാറ്റത്തെ അടയാളപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. മതേതരത്വം, സാമൂഹികക്ഷേമം, സാമ്പത്തിക നയങ്ങൾ, ഭരണം, രാഷ്ട്രീയ ധ്രുവീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ BJP ഭരണത്തിന്റെ സാധ്യതയുള്ള പ്രതികൂല പ്രത്യാഘാതങ്ങൾ പര്യവേഷണം ചെയ്യാനാണ് ഈ വീഡിയോ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ രൂപപ്പെടുന്നത് പാർട്ടിയുടെ ദേശീയ അജണ്ടയായ ഹിന്ദുത്വ എന്ന ഹിന്ദു ദേശീയത, സാമ്പത്തിക ഉദാരവൽക്കരണം എന്നിവയാൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടതാണ്. ഇത് കേരളത്തിന്റെ ഭരണത്തെ ചരിത്രപരമായി നിർവചിച്ച നയങ്ങളിൽ നിന്നും സമീപനങ്ങളിൽ നിന്നും ഗണ്യമായ വ്യതിചലനത്തെ അർത്ഥമാക്കാം. കേരളം വ്യവസായവൽക്കരണവും സാമ്പത്തിക വളർച്ചയും സ്വീകരിച്ചുവെങ്കിലും മാനവ വികസനം, പൊതുജനക്ഷേമം, പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മറുവശത്ത് BJPയുടെ അജണ്ട വലിയ തോതിലുള്ള വ്യാവസായിക പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, വിപണി നയിക്കുന്ന സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഹിന്ദു സ്വത്വവും മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ മതവൈവിധ്യം കണക്കിലെടുക്കുമ്പോൾ ഇത് സംസ്ഥാനത്തെ ഹിന്ദു ഭൂരിപക്ഷവും മുസ്ലിം, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം. ഹിന്ദു മതചിഹ്നങ്ങളിലും ആചാരങ്ങളിലും പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരേ മതബന്ധം പങ്കിടാത്ത സമുദായങ്ങളെ അന്യവൽക്കരിക്കും. എല്ലാ വിശ്വാസത്തിലുമുള്ള ആളുകളെ പരമ്പരാഗതമായി ഒന്നിപ്പിക്കുന്ന കേരളത്തിന്റെ ഉൾക്കൊള്ളുന്നതും മതേതരവുമായ ഉത്സവങ്ങൾ BJPയുടെ സാംസ്കാരിക അജണ്ടയാൽ മറയ്ക്കപ്പെട്ടേക്കാം. അതിനാൽ മതസൗഹാർദ്ദം ക്ഷയിച്ചേക്കാം. ദേശീയ തലത്തിൽ BJP സർക്കാർ കേന്ദ്രീകൃത ഭരണത്തിനും വ്യാവസായിക വളർച്ചയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. ഹൈവേകൾ, റെയിൽവേ, നഗരവിപുലീകരണം എന്നിവയുൾപ്പെടെയുള്ള വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇത് കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാം. അത്തരം പദ്ധതികൾ ഹ്രസ്വകാല സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവന്നേക്കാമെങ്കിലും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സുസ്ഥിര വളർച്ചയ്ക്കും സാമൂഹിക സമത്വത്തിനും ഊന്നൽ നൽകുന്ന ഈ പദ്ധതികൾ കേരളത്തിന്റെ വികസന ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുമോ എന്നതിനെക്കുറിച്ചും ആശങ്കയുണ്ട്. BJPയുടെ സാമ്പത്തിക നയങ്ങൾ പലപ്പോഴും സ്വതന്ത്ര വിപണി, സർക്കാർ സംരംഭങ്ങളുടെ സ്വകാര്യവൽക്കരണം, സാമ്പത്തിക ഉദാരവൽക്കരണം എന്നിവയ്ക്ക് മുൻഗണന നൽകിയിട്ടുണ്ട്. ശക്തമായ പൊതുമേഖലയും ക്ഷേമ മാതൃകയുമുള്ള കേരളം ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പൊതുസേവനങ്ങൾ എന്നിവയുൾപ്പെടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും സേവനങ്ങളും സ്വകാര്യവൽക്കരിക്കാനുള്ള സമ്മർദ്ദം നേരിട്ടേക്കാം. അത്തരം നയങ്ങൾ വർദ്ധിച്ച അസമത്വത്തിലേക്ക് നയിച്ചേക്കാം. കാരണം സ്വകാര്യ സംരംഭങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ഉൾക്കൊള്ളുന്നതോ ആക്സസ് ചെയ്യാവുന്നതോ ആയിരിക്കില്ല. വൈവിധ്യമാർന്ന മതസമൂഹങ്ങൾ സമാധാനപരമായി സഹവർത്തിക്കുന്ന മതേതര ധാർമ്മികതയുമായി കേരളത്തിന്റെ സ്വത്വം അടുത്ത ബന്ധമുള്ളതാണ്. എല്ലാ മതങ്ങളോടും പങ്കിട്ട ബഹുമാനത്തോടെയും വിശ്വാസങ്ങളിലുടനീളമുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ചരിത്രത്തോടെയും മതേതരത്തോടുള്ള പ്രതിബദ്ധതയിൽ സംസ്ഥാനം വളരെ കാലമായി അഭിമാനിക്കുന്നു. എന്നിരുന്നാലും BJP ഭരണത്തിന് കീഴിൽ മതപരമായ ധ്രുവീകരണത്തിന് വഴിയൊരുക്കി ഈ മതേതര ഘടന അനാവരണം ചെയ്യാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. കേരളത്തിലെ BJP ഭരണത്തെക്കുറിച്ചുള്ള പ്രാഥമിക ആശങ്കകളിൽ ഒന്ന് മതസൗഹാർദ്ദം ഇല്ലാതാകുമെന്നതാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ള മറ്റു സമുദായങ്ങളെ പാർശ്വവൽക്കരിക്കാവുന്ന ഹിന്ദുമതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കേന്ദ്രീകരിച്ചാണ് BJPയുടെ ദേശീയ അജണ്ട. ഓണം, ഈദ്, ക്രിസ്മസ് തുടങ്ങിയ ഉത്സവങ്ങൾ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന സാമുദായിക പരിപാടികളായി ആഘോഷിക്കുന്ന കേരളത്തിന്റെ പാരമ്പര്യം ഒരു BJP സർക്കാരിന് കീഴിൽ ഇല്ലാതായേക്കാം. മതേതരത്വത്തോടുള്ള സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധത ദുർബലമാകുകയും മതപരമായ ധ്രുവീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. BJP പലപ്പോഴും തങ്ങളുടെ അടിത്തറ ഉറപ്പിക്കാൻ സ്വത്ത് രാഷ്ട്രീയം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദു സ്വത്വത്തെ ഉയർത്തിക്കാട്ടുന്ന മതപരമായ ആഖ്യാനങ്ങളിലൂടെ. കേരളത്തിൽ BJP അധികാരത്തിലെത്തിയാൽ അത് മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കൽ ആഖ്യാനങ്ങൾ
ശക്തിപ്പെടുത്തുന്നതിലേക്ക് നയിച്ചേക്കാം. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഭിന്നത വർദ്ധിപ്പിക്കുകയും കേരളത്തിലെ ബഹുസ്വര സമൂഹത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന ഹിന്ദു സമുദായങ്ങളെ അനുകൂലിക്കുന്ന നയങ്ങൾ നടപ്പാക്കാൻ BJP ശ്രമിച്ചേക്കാം. മതേതര തത്വങ്ങളാൽ രൂപപ്പെട്ടതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും സാംസ്കാരിക സ്ഥാപനങ്ങളും. എന്നാൽ BJP ഭരണത്തിന് കീഴിൽ സ്കൂൾ പാഠ്യപദ്ധതികളിൽ പ്രത്യയശാസ്ത്ര വിവരണങ്ങൾ അവതരിപ്പിക്കാനും കേരളത്തിന്റെ വൈവിധ്യമാർന്ന പൈതൃകത്തിന്റെ ചെലവിൽ ഹിന്ദു സംസ്കാരവും ചരിത്രവും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിച്ചേക്കാം. പാർട്ടിയുടെ കാഴ്ചപ്പാടുമായി യോജിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് കേരളത്തിന്റെ അതുല്യമായ പാരമ്പര്യങ്ങളിലും മൾട്ടി കൾച്ചറലിസത്തിലുമുള്ള ശ്രദ്ധ കുറയ്ക്കുന്നു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാമ്പത്തിക സഹായം എന്നിവ നൽകുന്നതിൽ ഊന്നൽ നൽകുന്ന കേരളത്തിലെ സാമൂഹിക ക്ഷേമ സംവിധാനം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒന്നാണ്. ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സമുദായങ്ങൾക്ക് പോലും മാന്യമായ ജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാന സേവനങ്ങൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കുന്നതിൽ സംസ്ഥാനം ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ BJPയുടെ സാമ്പത്തികവും സാമൂഹികവുമായ നയങ്ങൾ ഈ നേട്ടങ്ങളെ അപകടത്തിലാക്കും. ക്ഷേമ സേവനങ്ങൾ നൽകുന്നതിലും സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിലും സേവനങ്ങളുടെ വിപണി നിയന്ത്രിത വിതരണത്തിലും സംസ്ഥാനത്തിന്റെ പങ്ക് കുറയ്ക്കണമെന്ന് BJP നിരന്തരം വാദിച്ചിട്ടുണ്ട്. BJP ഭരണത്തിന് കീഴിൽ സബ്സിഡി, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം തുടങ്ങിയ പൊതുജനക്ഷേമ പദ്ധതികളിൽ കുറവ് നേരിടേണ്ടി വന്നേക്കാം. അടിസ്ഥാന ആവശ്യങ്ങൾക്കായി സർക്കാർ പദ്ധതികളെ വളരെയധികം ആശ്രയിക്കുന്ന സമൂഹത്തിലെ താഴ്ന്ന വരുമാന വിഭാഗങ്ങളെ ഇത് സാരമായി ബാധിക്കും. പട്ടികജാതി, പട്ടികവർഗക്കാർ, പിന്നോക്ക മുസ്ലിങ്ങൾ എന്നിവരുൾപ്പെടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളെ ശാക്തീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള സാമൂഹിക നീതി സംരംഭങ്ങളുടെ നീണ്ട ചരിത്രമാണ് കേരളത്തിനുള്ളത്. വിപണി നയിക്കുന്ന സ്വകാര്യവൽക്കരിക്കപ്പെട്ട മാതൃകയിലേക്കുള്ള മാറ്റം ഈ നിർണായക ക്ഷേമ സേവനങ്ങൾ പിൻവലിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് ദുർബലരായ ഗ്രൂപ്പുകൾക്ക് മതിയായ പിന്തുണയില്ലാതെ പോകുന്നു. മെറിറ്റോക്രസിയിലും സ്വകാര്യവൽക്കരണത്തിലും BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ സമുദായങ്ങളുടെ പാർശ്വവൽക്കരണത്തിലേക്ക് നയിച്ചേക്കാം. ഇത് അവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ സേവനങ്ങൾ ലഭിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കും. ശാസ്ത്രീയ മനോഭാവത്തിലും യുക്തിവാദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമനപരവും മതേതരവുമായ ചിന്തയുടെ മാതൃകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം. എന്നാൽ BJP ഭരണത്തിന് കീഴിൽ ഹിന്ദു മൂല്യങ്ങളും സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യയശാസ്ത്ര വിവരണങ്ങൾ ഉൾപ്പെടുത്തുന്നതിലേക്ക് ഒരു മാറ്റം ഉണ്ടാകാം. ഇത് കേരളത്തിന്റെ മതേതര വിദ്യാഭ്യാസ ചട്ടക്കൂടിനെ ദുർബലപ്പെടുത്തുകയും യുക്തിവാദം, വിമർശനാത്മക ചിന്ത, പ്രാദേശിക സംസ്കാരം എന്നിവയ്ക്ക് നൽകുന്ന ഊന്നൽ കുറയ്ക്കുകയും ചെയ്യും. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മതപരമായ സഹിഷ്ണുതയോടുള്ള പ്രതിബദ്ധത തുടങ്ങിയ കേരളത്തിന്റെ ചരിത്രത്തിലെ പ്രധാന ഘടകങ്ങൾ മായ്ച്ചു കളയാനുള്ള അപകടവുമുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സേവനങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ മനുഷ്യ വികസനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ BJPയുടെ സാമ്പത്തിക നയങ്ങൾ വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലും സ്വകാര്യവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചേക്കാം. ഇത് സംസ്ഥാനത്തിന് നിരവധി പ്രതികൂല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. BJP ഭരണത്തിലേക്കുള്ള മാറ്റം വിഭവങ്ങളുടെ കേന്ദ്രീകരണത്തിനും തീരുമാനമെടുക്കലിനും കാരണമാകും. സുസ്ഥിര വികസനം, പൊതുജനക്ഷേമം, തൊഴിൽ അവകാശങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. സംസ്ഥാനത്തിന്റെ പ്രത്യേക വികസന ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ദേശീയ പദ്ധതികൾക്ക് BJPയുടെ നേതൃത്വത്തിൽ സർക്കാർ മുൻഗണന നൽകിയേക്കാം. ഇത് ഗ്രാമവികസനം, ആരോഗ്യ സേവനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ കേരളത്തിന്റെ അതുല്യമായ ആവശ്യങ്ങൾ അവഗണിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. കേരളത്തിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം കുടിയേറ്റ തൊഴിലാളികൾ, കൃഷി, സേവന മേഖല എന്നിവയിൽ ജോലി ചെയ്യുന്നതിനാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള BJPയുടെ നയങ്ങൾ, പ്രത്യേകിച്ച് നിയന്ത്രണ വിധേയമാക്കൽ, വ്യാവസായിക വളർച്ച എന്നിവ കേരളത്തിലെ തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കും. തൊഴിലാളികളുടെ ക്ഷേമത്തേക്കാൾ വ്യാവസായിക വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്ന ബിസിനസ് അനുകൂല തൊഴിൽ നയങ്ങളെ അവരുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തിയേക്കാമെന്നതിനാൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചും BJP ഭരണത്തിന് കീഴിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിര വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേരളം ദീർഘകാലമായി മുൻപന്തിയിലാണ്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും സന്തുലിതമാക്കാൻ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾ പ്രതിജ്ഞാബദ്ധരാണ്. എന്നാൽ BJP സർക്കാരിന് കീഴിൽ പരിസ്ഥിതി സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്ന അപകടമുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളോടുള്ള സമീപനത്തിന്റെ പേരിൽ BJP വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പാരിസ്ഥിതിക ആശങ്കകളെക്കാൾ വ്യാവസായിക വളർച്ചയ്ക്ക് മുൻഗണന നൽകുന്നു. BJP കേരളം ഭരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ദുർബലമായ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലും വ്യാവസായിക പദ്ധതികളിലും ഏർപ്പെടാൻ സമ്മർദ്ദം വർദ്ധിക്കും. നഗരവികസനത്തിനായുള്ള വനനശീകരണം അല്ലെങ്കിൽ തീരപ്രദേശങ്ങളുടെ അമിത ചൂഷണം തുടങ്ങിയ പദ്ധതികൾ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ സംസ്ഥാനത്തിന്റെ സവിശേഷമായ ജൈവ വൈവിധ്യവും പ്രകൃതി വിഭവങ്ങളും അപകടത്തിലായേക്കാം. സുസ്ഥിര വികസനത്തിന് കേരളം നൽകുന്ന ഊന്നൽ പരിസ്ഥിതി സംരക്ഷണത്തിന്
കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് നയിച്ചു. BJP സർക്കാരിൻ കീഴിൽ ഖനനം, ജലവൈദ്യുത പദ്ധതികൾ, റെയിൽവേ വിപുലീകരണം തുടങ്ങിയ വലിയ പദ്ധതികളെ ചൊല്ലി സംഘർഷങ്ങൾ ഉണ്ടാകാം. ഇത്തരം പദ്ധതികൾ കേരളത്തിലെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുകയും പ്രാദേശിക സമൂഹങ്ങളിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്യും. കേരളത്തിൽ BJPയുടെ ഉയർച്ച രാഷ്ട്രീയ ധ്രുവീകരണത്തെ ആഴത്തിലാക്കുകയും ഭരണത്തെ സങ്കീർണമാക്കുകയും സംസ്ഥാനത്തെ മതേതര സംസ്കാരവും പാർട്ടിയുടെ മതദേശീയ അജണ്ടയും തമ്മിൽ പിരിമുറുക്കം സൃഷ്ടിക്കുകയും ചെയ്യും. മതേതരത്വം, ഉൾച്ചേർക്കൽ, സാമൂഹ്യക്ഷേമം എന്നീ തത്വങ്ങളിൽ അധിഷ്ഠിതമായ കേരളത്തിന്റെ രാഷ്ട്രീയ ഐക്യത്തെ BJPയുടെ മതപരമായ ദേശീയത ദുർബലപ്പെടുത്തിയേക്കാം. BJPയുടെ നയങ്ങൾക്ക് മതപരവും പ്രത്യയശാസ്ത്രപരവുമായ അടിസ്ഥാനത്തിൽ ഭിന്നതകൾ സൃഷ്ടിക്കാനും വിവിധ സമുദായങ്ങൾക്കിടയിൽ പിരിമുറുക്കത്തിന്റെ അന്തരീക്ഷം വളർത്താനും കഴിയും. രാഷ്ട്രീയ ശത്രുത കൂടുതൽ ശക്തമാകുകയും അത് അസ്ഥിരതയിലേക്ക് നയിക്കുകയും കേരളത്തിന്റെ പരമ്പരാഗത ഐക്യത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. കേരളത്തിന്റെ അതുല്യമായ സാമൂഹിക രാഷ്ട്രീയ ഭൂപ്രകൃതിക്ക് അതിന്റെ സാംസ്കാരികവും ഭാഷാപരവും സാമൂഹികവുമായ വ്യത്യാസങ്ങളോട് സംവേദനക്ഷമതയുള്ള ഒരു സർക്കാർ ആവശ്യമാണ്. BJPയുടെ കേന്ദ്രീകൃത ഭരണ മാതൃക ഈ സങ്കീർണതകളെ നേരിടാൻ ബുദ്ധിമുട്ടിയേക്കാം. ഇത് കാര്യക്ഷമതയില്ലായ്മയിലേക്കും ഭരണപരമായ വെല്ലുവിളികളിലേക്കും നയിച്ചേക്കാം. കേരളത്തിലെ ദീർഘകാല രാഷ്ട്രീയ പാർട്ടികളായ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും സംസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചലനാത്മകതയെക്കുറിച്ച് ആഴത്തിൽ വേരൂന്നിയ അറിവുണ്ട്. അത് BJPക്ക് ഇല്ലായിരിക്കാം. BJPയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, അസം എന്നിവിടങ്ങളിലേക്ക് നോക്കുമ്പോൾ പാർട്ടിയുടെ ഭരണം പലപ്പോഴും സാമൂഹിക ക്ഷേമത്തിന്റെ ചിലവിൽ മതപരമായ ധ്രുവീകരണത്തിലേക്കും ബിസിനസ് അനുകൂല നയങ്ങളിലേക്കും വ്യാവസായിക വളർച്ചയിലേക്കും നയിക്കുന്നുവെന്ന് വ്യക്തമാണ്. ഈ സംസ്ഥാനങ്ങൾ വർഗീയ സംഘർഷങ്ങൾ, പൊതുസേവനങ്ങളുടെ സ്വകാര്യവൽക്കരണം, മതേതര മൂല്യങ്ങളിൽ നിന്നുള്ള മാറ്റം എന്നിവയ്ക്ക് സാക്ഷ്യം വഹിച്ചു. രാഷ്ട്രീയവും സാമൂഹികവുമായ വിഭജനങ്ങൾ വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ പുരോഗമനപരമായ സ്വത്വം നഷ്ടപ്പെടുന്നതിനും സാധ്യതയുള്ള BJP അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ സമാനമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഊർജ്ജസ്വലമായ സിവിൽ സൊസൈറ്റി പ്രസ്ഥാനങ്ങളും ശക്തമായ മാധ്യമങ്ങളുമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സമ്പന്നമായ ചരിത്രമാണ് കേരളത്തിനുള്ളത്. BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന് കേരളത്തിൽ മതേതരവും പുരോഗമനപരവുമായ പാരമ്പര്യങ്ങളെ വിലമതിക്കുന്ന പ്രവർത്തകരിൽ നിന്നും സാംസ്കാരിക സംഘടനകളിൽ നിന്നും രാഷ്ട്രീയ ഗ്രൂപ്പുകളിൽ നിന്നും കാര്യമായ എതിർപ്പ് നേരിടേണ്ടി വരും. കേരളത്തിന്റെ മൂല്യങ്ങളായി പൊരുത്തപ്പെടാത്ത ദേശീയ നയങ്ങൾ അവതരിപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് മറുപടിയായി പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടേക്കാം. സംസ്ഥാനത്തിന്റെ മതേതര സ്വത്വവും സാമൂഹികക്ഷേമ സംവിധാനങ്ങളും സംരക്ഷിക്കാൻ ആക്ടിവിസ്റ്റുകളും സാംസ്കാരിക സംഘടനകളും അണിനിരന്നേക്കാം. സ്വേച്ഛാധിപത്യത്തോടും മതപരമായ അസഹിഷ്ണുതയോടുമുള്ള സംസ്ഥാനത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം BJP നയങ്ങളോടുള്ള വ്യാപകമായ എതിർപ്പിന് കാരണമാകും. ദീർഘകാലമായി മാധ്യമ സ്വാതന്ത്ര്യത്തിനും തുറന്ന രാഷ്ട്രീയ വ്യവഹാരത്തിനും പേരുകേട്ടതാണ് കേരളം. എന്നാൽ BJP ഭരണത്തിന് കീഴിൽ വിയോജിപ്പുകളെ നിയന്ത്രിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം, പ്രത്യേകിച്ച് മാധ്യമങ്ങളിലും അക്കാദമിക് മേഖലകളിലും. ഇത് കേരളത്തിലെ ബുദ്ധിജീവികളെയും പ്രവർത്തകരെയും കൂടുതൽ അകറ്റി നിർത്തുകയും രാഷ്ട്രീയ തുറന്ന സമീപനം കുറയുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും. കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സംസ്ഥാനത്തിന്റെ മതേതരത്വം, സാമൂഹികക്ഷേമ നയങ്ങൾ, സമ്പദ് വ്യവസ്ഥ, ഭരണം എന്നിവയ്ക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തും. മതപരമായ ധ്രുവീകരണത്തിനുള്ള സാധ്യത, പൊതുജനക്ഷേമം കുറയുക, പാരിസ്ഥിതിക തകർച്ച എന്നിവ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ ദുർബലപ്പെടുത്തും. കേരളം പരമ്പരാഗതമായി BJPയുടെ അജണ്ടയെ എതിർത്തിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്ത് പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാണെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ ഭരണത്തിന്റെ ദിശ രൂപപ്പെടുത്തുന്നതിൽ സംസ്ഥാനത്തെ ജനങ്ങളും സ്ഥാപനങ്ങളും സജീവമായ പങ്കുവഹിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി എല്ലായ്പ്പോഴും ചലനാത്മകമാണെന്ന് ഓർത്തിരിക്കേണ്ടത് നിർണായകമാണ്. കേരളത്തിന്റെ പുരോഗമന പാരമ്പര്യത്തിന്റെ പ്രതിരോധശേഷിയും മതേതരത്വത്തോടും സാമൂഹിക നീതിയോടുമുള്ള ജനങ്ങളുടെ പ്രതിബദ്ധതയും അധികാരത്തിലെ ഏത് മാറ്റത്തോടും സംസ്ഥാനം എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകങ്ങളായിരിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.